இந்த ஊர் பெயர் வைகுண்டம், பெருமாள் பெயர் வைகுண்டபதி. சூரிய ஸ்தலமாக சேவை சாதிக்கிற சூரிய ஒளியானது சித்திர பௌர்ணமிக்கும் ஐப்பசி பௌர்ணமிக்கும் வாசல்லிருந்து டேரெக்டாக இயற்கையாக மூலவர் திருவடியில் விழுது. தாயார் நான் பெருமாள் இருக்கார்ல, பெருமாள் அவளுக்கு 4 தாயார், பொண்டாட்டி 4. புளியங்குடி கடந்து வரகுணமங்கையிலிருந்து வைகுண்டத்தில் நின்று தெளிந்த என் சிந்தை அகங்களையாதே என்னையாழ்வாய் எனக்கருளி நலிந்த சீவுலகம் மூன்றுடன் வியப்ப நாங்கள் கூத்தாடி நின்றார்ப்ப பளிங்கு நீர் முகம்போல் கனிவாய் சிவப்ப நீ காணவாராயன். എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ആഴ്ച മുമ്പ് തമിഴ്നാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു യാത്ര. ഈ തൂത്തുക്കുടി ജില്ലയിൽ നവതിരുപ്പതികൾ എന്നറിയപ്പെടുന്ന ഒരു 9 ക്ഷേത്രങ്ങളുണ്ട് മഹാവിഷ്ണുവുമായിട്ട് ബന്ധിച്ച്. മഹാവിഷ്ണുവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും ഐതിഹ്യങ്ങളുമുള്ള 9 ക്ഷേത്രങ്ങളാണ് ഈ ഒരു സർക്കിളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അത്ര എളുപ്പമല്ല നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. വഴിയും കാര്യങ്ങളുമൊക്കെ വരും ഭാഗങ്ങളിൽ പറയാം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുണ്ടൊരു കാരണം. തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഈ ക്ഷേത്രങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. ലക്ഷ്മി ദേവിയോടും ഭൂമി ദേവിയോടും ഒപ്പം അനന്തൻ്റെ പുറത്ത് ഇരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള വിഗ്രഹങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമാണ്. എന്നാൽ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുകയും ചെയ്യാം. കൂടാതെ ഈ ക്ഷേത്രവുമായി ബന്ധിച്ച് ചില തമിഴ് രീതികളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു ക്ഷേത്രങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നത്. ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പൂർണ്ണത്രയീശൻ്റെ വിഗ്രഹമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു വിഗ്രഹമുണ്ട്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ദർശനം നടത്തി പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഒരുപക്ഷെ പൂർണ്ണത്രയീശൻ്റെ ആ ഒരു നിശ്ചയം തന്നെ ആയിരിക്കാം. നമ്മൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് തൂത്തുക്കുടി വരെ വരേണ്ട ഒരാവശ്യമുണ്ടായി. അപ്പോൾ നമ്മൾ വന്ന ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ കൂടി പോയി തൊഴുകയും ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ദർശനം നടത്തേണ്ട അത്യപൂർവമായിട്ടുള്ള അത്രയ്ക്ക് മാഹാത്മ്യമുള്ള ക്ഷേത്രങ്ങളാണ് ഈ 9 എണ്ണവും. അപ്പോൾ അതായത് തമിഴ് ശില്പകലയുടെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 ക്ഷേത്രങ്ങളാണ് തിരുവൈകുണ്ഠവും ആളവാർ തിരുനഗരിയും. അപ്പോൾ ഇവിടുത്തെയൊക്കെ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജീവനുണ്ടെന്ന് തന്നെ തോന്നും. അത്ര സൂക്ഷ്മമായിട്ടാണ് ആ ശില്പങ്ങളൊക്കെയും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൾവാർ തിരുനഗരി നമ്മയാൾവാരുടെ ജന്മസ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഈ 9 ക്ഷേത്രങ്ങളും 12 ആൾവാർമാർ പാടി പുകഴ്ത്തിയിട്ടുള്ള ദിവ്യദേശങ്ങളിൽ പെട്ട 9 ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മ ആൾവാർ മംഗളശാസനം നൽകിയിട്ടുള്ള 9 ക്ഷേത്രങ്ങളാണ് ഈ നവതിരുപ്പതികൾ എന്നറിയപ്പെടുന്നത്. ഈ ആൾവാർ തിരുനഗരിയിൽ നമ്മയാൾവാർ ഇരുന്ന് തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുളിമരം കാണാം. ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ആ പുളിമരം. ക്ഷേത്രത്തിൻ്റെ മുകളിലൊരു ഭാഗത്തായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുക. 4-5 ശിഖരങ്ങളായിട്ട് വളർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പടർന്നു നിൽക്കുകയാണ് ഈ പുളിമരം. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതമാവും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലുള്ള പല പല കാഴ്ചകളും നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ ഓരോന്നിലും കാണാം. അപ്പോൾ ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളുടെ പ്രാധാന്യവും മാഹാത്മ്യവും ദർശനക്രമവും അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക. ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. തമിഴ്നാടിന് ക്ഷേത്രങ്ങളുടെ നാട് എന്നൊരു വിശേഷണം കൂടിയുണ്ട്. കേരളത്തിലെ പോലെ തന്നെ പുരാതനവും ഐതിഹ്യ പ്രാധാന്യവുമുള്ള ധാരാളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും കാണാം. തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 30,000-ഓളം ക്ഷേത്രങ്ങൾ വരുമെന്നാണ് കണക്ക്. തമിഴ്നാട്ടിലുടനീളം ചിതറിക്കിടക്കുന്ന പ്രധാനപ്പെട്ട പുരാതന ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിച്ചെങ്കിൽ മാത്രമേ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര പൂർണ്ണമാവൂ. ഇവയിൽ നമ്മളിപ്പോൾ പോകുന്ന നവതിരുപ്പതി ക്ഷേത്രങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ 9 എണ്ണവും.
തൂത്തുക്കുടി ജില്ലയിൽ തിരുനെൽവേലി തിരുച്ചെന്തൂർ റൂട്ടിൽ താമ്രപർണി നദിയുടെ ഇരു കരകളിലുമായി ഏതാണ്ട് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ 108 ദിവ്യദേശങ്ങളെ പാണ്ഡ്യനാട്ട് ദിവ്യദേശം, ചോളനാട്ട് ദിവ്യദേശം, വടനാട്ട് ദിവ്യദേശം, മലൈനാട്ട് ദിവ്യദേശം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 108 ദിവ്യദേശങ്ങളിൽ 82 എണ്ണവും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. 18 ക്ഷേത്രങ്ങളാണ് പാണ്ഡ്യനാട്ട് ദിവ്യദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 9 എണ്ണമാണ് ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങൾ. വിഷ്ണു ക്ഷേത്രങ്ങളാണെങ്കിലും നവഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും അറിയപ്പെടുന്നത്. പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊന്നും ഗ്രഹദേവതകൾക്ക് പ്രത്യേകം പ്രതിഷ്ഠകളുമില്ല. അതാത് ക്ഷേത്രങ്ങളിലെ ദേവനെ തന്നെയാണ് ഓരോ ഗ്രഹദേവതകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രഹദോഷ പരിഹാരത്തിനും കൂടിയാണ് ആളുകൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തുന്നത്. മഹാദേവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭക്തന്മാരായി കണക്കാക്കുന്ന 63 നായനാർമാരെ പറ്റി കേട്ടിട്ടില്ലേ? അതുപോലെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഭഗവാനെ സ്തുതിച്ചുപാടി ഭഗവാനോട് ലയിച്ചു ചേർന്ന 12 ആൾവാർമാരെയാണ്. ഈ 12 ആൾവാർമാരെയും ഈ ക്ഷേത്രങ്ങളിൽ ഓരോന്നിലും പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. ഇവിടെ നമ്മ ആൾവാർക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മയാൾവാർ മംഗളശാസനം ചെയ്ത ദിവ്യദേശങ്ങളിൽ പെട്ടതാണ് ഈ 9 എണ്ണവും. ശ്രീ വൈകുണ്ഠനാഥ പെരുമാൾ ക്ഷേത്രം, സൂര്യനെയാണ് ഈ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തേത് ശ്രീ തിരു വരഗുണമങ്കൈ വിജയാസന പെരുമാൾ ക്ഷേത്രം, നാഥം എന്നും ഇത് അറിയപ്പെടുന്നു. ചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗ്രഹദേവത. മൂന്നാമത്തേത് ശ്രീ തിരുപ്പുളുങ്കുടി ഭൂമിപാലകർ പെരുമാൾ ക്ഷേത്രം, ബുധനാണ് ഗ്രഹദേവത. നാലാമത്തേത് പെരുങ്കുളം സ്വാമി മായക്കൂത്തർ ക്ഷേത്രം, തിരുക്കുളന്തേ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു. ശനിദേവനാണ് ഗ്രഹദേവത. 5ഉം 6ഉം ഇരട്ടൈ തിരുപ്പതികൾ എന്നറിയപ്പെടുന്നു. തോൽവല്യമംഗലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തെക്കും വടക്കുമായിട്ട് 2 ക്ഷേത്രങ്ങളാണ്. രാഹുവും കേതുവുമാണ് ഇവിടുത്തെ ഗ്രഹദേവതകൾ. 7ാമത്തേത് തിരുപ്പേരൈ തിരുമകര നെടുങ്കുഴൈ കാതർ പെരുമാൾ ക്ഷേത്രം, ശുക്രനാണ് ഗ്രഹദേവത. 8ാമത്തേത് തിരുക്കോലൂർ ശ്രീ വൈതമാനിധി പെരുമാൾ ക്ഷേത്രം, ചൊവ്വയാണ് ഗ്രഹദേവത. 9ാമത്തേത് ആൾവാർ തിരുനഗരി പെരുമാൾ ക്ഷേത്രം, വ്യാഴമാണ് ഗ്രഹദേവത. ഒരു 20 കിലോമീറ്റർ പ്രദക്ഷിണം വെച്ചാൽ ഈ 9 ക്ഷേത്രങ്ങളിലെല്ലാം പോയി വരാം. മഹാവിഷ്ണുവിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയുക. അതായത് നിൽക്കുന്ന രീതിയിലും ഇരിക്കുന്ന രീതിയിലും ശയിക്കുന്ന രീതിയിലും വിവിധ ആയുധങ്ങൾ ധരിച്ചും വ്യത്യസ്ത ഐതിഹ്യങ്ങളോട് കൂടിയും അങ്ങനെ. ഈ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ 7 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം. ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും സൂര്യനുമായി ബന്ധപ്പെടുത്തിയതുമായ ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ സീരീസിലെ ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുനലൂർ, ആര്യങ്കാവ്, തെന്മല, ചെങ്കോട്ട, തിരുനെൽവേലി വഴിയാണ് അങ്ങോട്ടേക്ക് പോയത്. തിരുനെൽവേലിയിൽ നിന്നും കന്യാകുമാരി കാശ്മീർ ഹൈവേ ക്രോസ് ചെയ്ത് വേണം തിരുച്ചെന്തൂർ റൂട്ടിലേക്ക് എത്താൻ. തിരുനെൽവേലിയിൽ നിന്നും ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടതുവശത്തായി ശ്രീവൈകുണ്ഠം പാലം കാണാം. പാലം കയറിയാൽ ശ്രീവൈകുണ്ഠം ടൗണിലേക്കാണ് എത്തുക. വളരെ ചെറിയൊരു ടൗണാണ് ഈ ശ്രീവൈകുണ്ഠം. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് വൈകുന്നേരം ഇവിടെ ഒരു ചെറിയ റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് പോയത്. ക്ഷേത്രം തുറക്കുമ്പോൾ രാവിലെ 7 മണിയാവും. ക്ഷേത്രത്തിന് മുൻപിൽ ഇരുവശവും നിറയെ വീടുകളാണ്, ഒരു അഗ്രഹാരം പോലെ തന്നെ. രാവിലെ തന്നെ വീടിന് മുൻപിൽ തളിച്ചു മെഴുകി കോലമിട്ടിരിക്കുന്നു. തമിഴ് വാസ്തുവിദ്യാശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ വൈകുണ്ഠനാഥനായും പത്നിയായ ലക്ഷ്മീദേവിയെ വൈകുണ്ഠവല്ലിയായും ആരാധിച്ചു വരുന്നു. വൈകുണ്ഠവല്ലി, എത്ര മനോഹരമായ ഒരു പേരാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ വിശേഷണങ്ങൾ ഇത്തരത്തിലാണ്. ഇവിടെ ഇവർ ഓരോ ക്ഷേത്രങ്ങളെയും വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് ശ്രീ വൈകുണ്ഠനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ പറയും: കോവിൽ പേര് ശ്രീവൈകുണ്ഠം, മൂലവർ ശ്രീ വൈകുണ്ഠനാഥൻ, ബ്രഹ്മപ്രതിഷ്ഠൈ, ഉത്സവമൂർത്തി ശ്രീ കള്ളപ്പിരാൻ, തായാർ വൈകുണ്ഠനായകി ചോരാന്തനായകി, തീർത്ഥം താമ്രപർണി നദി. ഇങ്ങനെ 1-2 വാക്കുകളിൽ ക്ഷേത്രവിശേഷങ്ങൾ മുഴുവനുമായി. നവഗ്രഹങ്ങളിൽ സൂര്യദേവനുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം. 5 ഏക്കറോളം വിസ്താരം വരുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉയരത്തിൽ കരിങ്കൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ വലിയ കരിങ്കൽ തൂണുകൾ നിറഞ്ഞ ഒരു മണ്ഡപം. ഈ മണ്ഡപത്തിലൂടെ നേരെ ചെല്ലുന്നത് ഗോപുരവാതിൽക്കലേക്കാണ്. ഏതാണ്ട് 34 മീറ്ററോളം ഉയരം വരും പ്രധാന ഗോപുരത്തിന്. വലിയ ഗോപുരവാതിൽ കടന്ന് ഉള്ളിലേക്ക് പോവാം.
വീണ്ടും കൽത്തൂണുകൾ നിറഞ്ഞ വലിയ മണ്ഡപം. കൊടിമരച്ചോട്ടിലേക്കാണ് ചെല്ലുക. ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരത്തിന് മുൻപിലായാണ് വലിയ ബലിക്കല്ല് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ വലിയ ബലിക്കല്ലിനുമുണ്ടൊരു പ്രത്യേകത. കണ്ടാലൊരു ശ്രീചക്രത്തിൻ്റെ ആകൃതിയാണ് നമുക്ക് തോന്നുക. കൊടിമരം കടന്നാൽ കൽത്തൂണുകൾ നിറഞ്ഞ 2 മണ്ഡപങ്ങൾ കൂടി കടന്നാലേ ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്തൂ. വളരെ വിശേഷമായ വിഗ്രഹം. ആദിശേഷൻ്റെ ഫണങ്ങളാകുന്ന കുടയ്ക്ക് കീഴിൽ മുകളിലെ കൈകളിൽ ചക്രവും ശംഖും, താഴത്തെ വലതു കൈ അഭയമുദ്രയിലും ഇടതു കൈയിൽ ഗദയും ധരിച്ചിരിക്കുന്നു. വശങ്ങളിലായി ലക്ഷ്മീദേവിയും ഭൂമിദേവിയും. സാളഗ്രാമശിലയിലാണ് പ്രധാന വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മുഖമണ്ഡപത്തിൽ ഉത്സവമൂർത്തിയുടെ ഒരു വിഗ്രഹവും പ്രത്യേകമുണ്ട്. ശ്രീകോവിലിന് പുറകിൽ തെക്കും വടക്കുമായി ലക്ഷ്മീദേവിയെയും ഭൂമിദേവിയെയും വൈകുണ്ഠനായകി, ചോരാന്തനായകി എന്നീ പേരുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. ഇവിടെ വെച്ചൊരു വലിയ രസമുണ്ടായി. തമിഴ് വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അവിടെ കണ്ട ഒരു അമ്മൂമ്മയോട് ഈ ശ്രീകോവിലിൽ ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചു. അവർ നമുക്ക് പേരുകൾ വായിച്ചു തന്നു. എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ പെരുമാൾക്ക് 4 തായാർമാരാണെന്ന്. തായാർ എന്നാൽ ഭാര്യ എന്നാണ് അർത്ഥം. അത് പറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരിയോടൊപ്പം അല്പം നാണവും കൂടി കലർന്നിരുന്നു. നിഷ്കളങ്കരായ മനുഷ്യർ. അങ്കെ ആരിருக்கு? അങ്കെ வைகுண்டநாயகி. 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 இங்கே சோரநாத நாயகி. சோரநாத நாயகி. இதுக்கு என்ன வித்தியாசம்? ஏமா இந்த பிரதிஷ்டைக்கு என்ன வித்தியாசம்? கத்தோடு பேசு. என்ன வித்தியாசம் இருக்கு? தாயார் நான் பெருமாள் இருக்காருல்ல, பெருமாள் அவளுக்கு 4 தாயார். 4. ഉപദേവന്മാരായി ഗരുഡൻ, വിശ്വക്സേനൻ, വേണുഗോപാലകൃഷ്ണൻ, യോഗനരസിംഹം എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ മണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്തായി 12 ആൾവാർമാരെയും ദശാവതാരവുമൊക്കെ പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ദശാവതാര വിഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ദശാവതാര രൂപത്തിലുള്ള ഇത്തരം ശിലാവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തെക്ക് വശത്തായിട്ട് ഗരുഡൻ്റെ 2 വിഗ്രഹങ്ങൾ കാണാം. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനും മറ്റുമുള്ള വിഗ്രഹമാണ് ഒന്ന്. തൊട്ടിപ്പുറയുള്ള മറ്റൊരു വിഗ്രഹം അകത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ചന്ദനം ഈ ഗരുഡന് മുകളിൽ അഭിഷേകം ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ കാലങ്ങളായി അഭിഷേകം ചെയ്ത് ആ ഒരു യഥാർത്ഥ വിഗ്രഹം ഇപ്പോൾ നമുക്ക് കാണാവുന്ന അവസ്ഥയിലല്ല. ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളും ആചാരങ്ങളുമൊക്കെ നമുക്കിവിടുത്തെ മേൽശാന്തി പറഞ്ഞു തരും. തമിഴാണെങ്കിലും അദ്ദേഹം വളരെ ലളിതമായ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തർജ്ജമ ചെയ്യേണ്ട കാര്യമില്ല. மூலவர் பெருமாள் திருநாமம் வைகுண்டபதி. பெருமாள் ஏகமூர்த்தியாக நின்ற திருக்கோலத்தில் சேவை சாதிக்கிறார். பிரம்மாவுக்கும் பிருகுமுனீஸ்வருக்கும் சுவாமி நம்மாழ்வாருக்கும் பிரத்யட்சம். பிரம்ம பிரதிஷ்டை தாமிரபரணி தீர்த்தம். நம்மாழ்வார் மங்களாசாசனம். புளியங்குடி கடந்து பரகுணமங்கள் இருந்து வைகுண்டத்தில் நின்று தெளிந்த என் சிந்தை அகங்களியாதே என்னை ஆழ்வா எனக்கருளி நலிந்த சீர்வுலகம் 3 வியப்ப நாங்கள் கூத்தாடி நின்றார்ப்ப பளிங்கு நீர் முகம்போல் கனிவாய் சிவப்ப நீ காணவாராயின்னு சுவாமி நம்மாழ்வார் மங்களாசாசனம். புளியங்குடி சேத்திரத்தில் படுத்துட்டுருக்கார். வரவணமங்க சேத்திரத்தில் உட்கார்ந்துட்டுருக்கார். வைகுண்டத்தில் நின்றுட்டுருக்கார். அதான் வைகுண்டபதி. வைகுண்டலோகத்திலேருந்து வந்திருக்கார். பிரம்மா தான் இழந்த 4 வித ரகசியங்களையும் சோமுகாசுரன் அரக்கனை வதம் செய்து பிரம்மாவுக்கு மீட்டு கொடுத்ததாக வரலாறு. பிரம்ம பிரதிஷ்டை. பிரம்மாவே பெருமாள் இன்னமும் ஆராதனை பண்ணிட்டு இருக்கார். அதுக்கப்புறம் கால திருப்பங்களில் பாண்டிய மகாராஜாவால் கட்டப்படுறதுக்கு கோவில். பாண்டிய மகாராஜா ஏகப்பட்ட சொத்து சேர்த்துட்டு இருக்கார். தானம் தர்மங்கள்லாம் பண்ணாமல் இருக்கார். காலதூக்ஷ்ணு ஒரு திருடன் நித்தியம் எவ்வளோ கொள்ளடிக்கிறானோ அதை பெருமாளுக்கு பாதியை சமர்ப்பிக்கிறான். அவனையே திருடனாக நியமனம் பண்ணி தானும் திருடனாக சென்று அரண்மனையில் கொள்ளையடித்து ராஜாட்ட பிடிபட்டு காட்சி கொடுத்து தானம் தர்மங்கள்லாம் பண்ணு சொல்லி உணர்த்தி இக்கோயில் கட்ட செய்தாக வரலாறு. கல்லனாக சென்று கனவுல தோண்டினால கல்லர் பிரான்னு உற்சவர் காரண திருநாமம். தாயார் வைகுண்டநாயகி, கல்லர் பிராநாயகி. மூலவருக்கு நித்தியம் பாலபிஷேகம். பாண்டிய மகாராஜாவுடைய பரிகாரம், உன்னுடைய அரண்மனையில் உள்ள பசுவில் காரா பசுங்கிறது ஒரு பூமிக்குள்ள அனாந்திர காடுகளில் பாலை சுரக்கிறது. அதுக்கு கீழே நான் இருக்கேன், இனி எடுத்து பிரதிஷ்டை பண்ணு. பரிகாரமாக நித்தியம் அதே பால அபிஷேகம், பசுமாலால் அபிஷேகம் பண்ணி என்னை ஆராதனை பண்ணி என்னை பிரதிஷ்டை பண்ணுங்கிறது பெருமாளுடைய உத்தரவில் பாண்டிய மகாராஜாவால் கட்டப்பட்ட கோவில். பாண்டிய நாட்டு திவ்ய தேசம் 54வது திவ்ய தேசம் ஆழ்வார் மங்களாசாசனத்தில்
நித்தியம் காத்தால 8:30 மணிக்கு மூலவருக்கு பால் அபிஷேகம், பசும்பால் தான். யாருனாலும் அவள் பிரார்த்தனை பண்ணி பசும்பால் அபிஷேகம் பண்ணுறேன்னு நேர்ந்துன்னா இந்த பெருமாள் அவருக்கு எல்லா பாக்கியத்தையும் கண்டிப்பாக கொடுப்பார். நல்லபடியாக எல்லாத்தையும் நடத்தி தருவார். பக்த கோடிகள் பெருமாள்கிட்ட பிரார்த்தனை பண்ணிக்கிறதாக கண்டிப்பாக அதை தான் பெருமாள் கலியுகத்தில் நமக்கு வந்து காட்சி கொடுக்கறதுக்காக பூலோக வைகுண்ட சேத்திரமாக சேர சாதிக்கிறார். இந்த ஊர் பெயர் வைகுண்டம், பெருமாள் பெயர் வைகுண்டபதி. சூரிய ஸ்தலமாக சேர சாதிக்கிறார். சூரிய ஒளியானது சித்திர பௌர்ணமிக்கும் ஐப்பசி பௌர்ணமிக்கும் வாசல்லேருந்து டைரெக்டாக இயற்கையாக மூலவர் திருவடியில் உள்ளது. 106 திவ்ய தேசத்துலேயும் சைவமாக சேர்வு சாதிக்கிற சூரிய பகவானுக்கு தரிசனம் கொடுக்குறார். அதனால் சூரிய ஸ்தலம் சொல்லியிருக்கா. 106 திவ்ய தேசத்துலையும் மூலவர் உற்சவரும் ஒன்று போல் சேர்வு சாதிக்கிறது இந்த ஒரு கஷேத்திரத்தில் தான். 106 திவ்ய தேசத்துலேயும் நின்ன பெருமாளுக்கு ஆதிசேஷன் கொடை பிடிச்சிருக்கிறது இந்த ஒரே கஷேத்திரத்தில் தான். 106 திவ்ய தேசத்துலேயும் மூலவருக்கும் நித்திய அபிஷேகம் இருக்கக்கூடிய பெருமாள் இவர் ஒருத்தர் தான். சாமி, இந்த கோயிலுக்கு இந்த பகவானுக்கு தியானம் ஒன்று சொல்ல முடியுமா? தியான ஸ்லோகம். புளியங்குடி கடந்து வரகுணமங்கையிலிருந்து வைகுண்டத்தில் நின்று தெளிந்த என் சிந்தை அகங்களையாதே என்னையாழ்வாய் எனக்கருளி நலிந்த சீருலகம் மூன்றுடன் வியப்ப நாங்கள் கூத்தாடி நின்றார்ப்ப பளிங்கு நீர் முகம்போல் கனிவாய் சிவப்ப நீ காணவாராயுன்னு ஆழ்வார் மங்களாசாசனம். ஸ்ரீயகாந்தாய கல்யாண நதே நதேத்தினாம் ஸ்ரீ வைகுண்ட நிவாசாய ஸ்ரீ சோரநாதாய நித்தியமங்கலம்னு ஸ்லோகம். வாங்க. அந்த பாகத்தை எந்த சங்கல்பம்? கருடால்வா. கருடா. இந்த சன்னதி கருடன் வந்து பிராச்சித்தனமாக முத வாகன கருடனை சேர சாதிச்சிருக்கார் இந்த கஷேத்திரத்தில். அப்போ பெருமாளுக்கு சாத்திர சந்தனத்தை அவருக்கு கைகால் பின்னமாயிருத்து பிரசனம் பண்ணி நியமனம் கேட்கும்போது பெருமாளுக்கு சாத்திர சந்தனத்தை அவருக்கே சாத்தனம்ங்கிறது விண்ணப்பம். அதனால் பெருமாளுக்கு எப்பப்போ சந்தன காப்பு சாத்திரன்னு பிரார்த்தனை பண்ணிக்கிறாளோ அந்த சந்தனத்தை பெருமாளுக்கு சாத்திட்டு மறுநாள் படியடைஞ்சி மூலவருக்கு சாத்தின அந்த வேஷ்டி சந்தனம் எல்லாத்தையும் இவருக்கு சமர்ப்பிச்சுட்டு ஒரு வெடலோ ஒரு புஷ்பமோ சாத்தினால் நம்ம நினைத்த காரியத்தை நடத்தி தருவார். கருடாழ்வார் பிரார்த்தனை கருடனை இன்னமும் சேர்வை சாதிக்கிற முத வாகன கருடனாக இருந்திருக்க. 1000 வருஷத்துக்கு மேலே உள்ளான கருடாழ்வார். சந்தனத்தை படியிலேறதே கிடையாது, சாத்திகிட்டே இருக்கார். இன்னமும் அப்படியே சாத்திகிட்டே இருக்கார். கருடாழ்வார் பிரார்த்தனை கருடன். பக்கத்தில் வாகன கருடனை சேர்வை சாதிக்கிறார். 4 ரெக்கைகள் கொண்ட வாகன கருடனாக இருக்கார். 4 வேதங்களுக்கு உட்பட்ட வாகன கருடனை அந்த கோயிலில் சேர்வை சாதிக்கிறார். വാ. ഓക്കെ സാർ. ക്ഷേത്ര ഐതിഹ്യം അനുസരിച്ച് സോമുകാസുരൻ എന്നൊരു അസുരൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും 4 വേദങ്ങളും മോഷ്ടിച്ച് സമുദ്രത്തിനടിയിലേക്ക് മറഞ്ഞു. ദുഃഖിതനായ ബ്രഹ്മദേവൻ താമരപർണി നദിക്കരയിൽ മഹാവിഷ്ണുവിനെ ഈ വേദങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി കഠിന തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു മത്സ്യാവതാര രൂപം പൂണ്ട് കടലിനടിയിൽ ചെന്ന് സോമുകാസുരനെ നേരിട്ട് വേദങ്ങൾ തിരിച്ചു വാങ്ങി ബ്രഹ്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ ബ്രഹ്മാവ് താൻ തപസ് ചെയ്ത ആ പുണ്യസ്ഥലത്ത് വൈകുണ്ഠനാഥനായി മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ബ്രഹ്മാവാണ് എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ ഒരു കഥയുടെ ചൂട് പിടിച്ചാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉഗാദി ആഘോഷങ്ങൾ നടക്കുന്നത്. ഉഗാദി എന്നാൽ യുഗാദി എന്നാണ് അർത്ഥം, അതായത് യുഗത്തിൻ്റെ ആരംഭം. പുതുവർഷാരംഭത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയുമാണ് ഈ സമയത്ത് ആരാധിക്കുന്നത്. ഈ ലോകവും യുഗങ്ങളും സൃഷ്ടിച്ചതിനും ഈ ഭൗതിക ലോകത്ത് നമ്മളെ നന്നായി പരിപാലിക്കുന്നതിനും അവർ ദേവന്മാരോട് നന്ദി പറയുന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് പാണ്ഡ്യരാജാവിൻ്റെ ഒരു പശു ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് തനിയെ ഭൂമിയിലേക്ക് പാൽ ചുരത്തുന്നത് പതിവായി. ഈ സംഭവം ആവർത്തിച്ചപ്പോൾ അത് രാജാവിൻ്റെ ശ്രദ്ധയിലേക്കും എത്തി. ഇതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായ രാജാവ് ആ ഭാഗം ചുറ്റിനുമായി കുഴിച്ചു നോക്കിയപ്പോൾ ഒരു വിഗ്രഹം കിട്ടുകയും പിന്നീട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വൈകുണ്ഠനാഥൻ ഒരു പശുവിനാൽ വെളിപ്പെട്ടതിനാലും പശു നിത്യേന പാലുകൊണ്ട് അഭിഷേകം ചെയ്തതിനാലും ഭഗവാൻ ഇവിടെ പാൽപ്പാണ്ഡ്യൻ എന്നൊരു പേരുകൂടിയുണ്ട്. ഇവിടെ നിത്യവും പാലഭിഷേകവും പതിവുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ആവശ്യത്തിലേക്കായി പ്രത്യേകം ഒരു ഗോശാലയും ഇവിടെ കാണാം. പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് കലാദൂഷണൻ എന്നയാളുടെ നേതൃത്വത്തിൽ ഒരു വലിയ കവർച്ചാ സംഘമുണ്ടായിരുന്നു. സഹികെട്ട പാണ്ഡ്യരാജാവ് ഇവരെ പിടികൂടാൻ ഉത്തരവിട്ടു. പിന്നീട് കവർച്ചക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ കലാദൂഷണൻ ഒഴികെ മറ്റ് സംഘാംഗങ്ങളെ മുഴുവനും പിടികൂടി. മോഷ്ടാവായ കലാദൂഷണൻ വൈകുണ്ഠനാഥന് മുന്നിലെത്തി തന്നെയും സംഘാംഗങ്ങളെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഭഗവാൻ കലാദൂഷണനായി രാജാവിന് മുൻപിലെത്തി കീഴടങ്ങി. അന്ന് രാത്രിയിൽ ഭഗവാൻ രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അനധികൃതമായി സമ്പാദിക്കുന്നവരുടെ കയ്യിലെ സ്വത്ത് മോഷ്ടിക്കപ്പെടുമെന്നും അത് സാധുക്കളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് കലാദൂഷണനും സംഘവും ചെയ്യുന്നതെന്നും അറിയിച്ചു. രാജാവ് ചെയ്യേണ്ട ജോലിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും രാജ്യനന്മയ്ക്കായി പ്രവർത്തിച്ച കലാദൂഷണനെയും സംഘത്തെയും ഉടനെ മോചിപ്പിക്കണമെന്നും അറിയിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലായ രാജാവ് കലാദൂഷണനെയും സംഘത്തെയും മോചിപ്പിക്കുകയും ചെയ്തു. കള്ളന്മാർക്ക് വേണ്ടി വൈകുണ്ഠനാഥൻ രാജാവിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇവിടുത്തെ ഭഗവാന് കള്ളപ്പിരാൻ എന്നൊരു പേരുകൂടിയുണ്ട്. തെങ്കലൈ ആരാധനക്രമമാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. ചിത്തിരമാസം 6-ാം തീയതിയും അൽപ്പശി മാസം 6-ാം തീയതിയും രാവിലെ സൂര്യൻ്റെ കിരണങ്ങൾ പ്രധാന വിഗ്രഹത്തിൽ വന്ന് സ്പർശിക്കും. വളരെ പ്രധാനമാണ് ഈ ദിവസങ്ങൾ. പാണ്ഡ്യരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്ന മധുരൈ നായകരുടെ കാലത്താണ് ക്ഷേത്രം വിപുലീകരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ ചെറിയ 2 ഇടുങ്ങിയ വാതിലുകളാണ് കൊടുത്തിരിക്കുന്നത്. നിരവധി കൊത്തുപണികളും ശിലാവിഗ്രഹങ്ങളും നിറഞ്ഞതാണ് ശ്രീകോവിൽ. അതുപോലെ ഓരോ ഭാഗത്തെയും തൂണുകളിലും ഭിത്തികളിലുമൊക്കെയായി നിരവധി ശില്പങ്ങൾ വേറെയും. വ്യാളി രൂപങ്ങളും സാലഭഞ്ജികമാരും ദേവീദേവന്മാരും മൃഗങ്ങളും മറ്റ് പക്ഷികളും എന്നിങ്ങനെ. ഗോപുരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവെങ്കടമുദയൻ ഹാളിൽ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരുപാട് അപൂർവ ശില്പങ്ങൾ കാണാം. മധുരൈ നായകരുടെ ഉദ്യോഗസ്ഥനായിരുന്ന വടമലയപ്പ പിള്ളയാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു. മുൻവശത്തെ 4 തൂണുകളിൽ അതിമനോഹരമായ ജീവസുറ്റ 4 ശില്പങ്ങൾ കാണാം. ഒന്നാമത്തേത് ലക്ഷ്മണനും സുഗ്രീവനുമാണ്. ലക്ഷ്മണൻ സുഗ്രീവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ലക്ഷ്മണൻ പാദരക്ഷ ധരിച്ചിരിക്കുന്നതായും കാണാം. തൊട്ടടുത്തുള്ള തൂണിൽ ശ്രീരാമനും അംഗദനും ഹനുമാനുമാണ്. ശ്രീരാമൻ വലത് കൈപ്പത്തി കൊണ്ട് ഹനുമാനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇവിടെ ഹനുമാൻ കാണിക്കുന്ന ആ ഒരു ഭക്തിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഹനുമാൻ ഇടത് കൈകൊണ്ട് തൻ്റെ വായ് മൂടി പിടിച്ചിരിക്കുന്നു. ശ്രീരാമനോടുള്ള ഹനുമാൻ്റെ ഭക്തി അങ്ങനെയാണ്. ഇടതുവശത്തുള്ള അംഗദൻ എന്നാൽ തൊഴുതു നിൽക്കുന്ന ഭാവത്തിലുമാണ്. ഇടതുവശത്തെ തൂണിൽ ഗംഭീരമായ അഘോര വീരഭദ്രൻ്റെ ഒരു ശില്പമുണ്ട്. ഒരു കൈയിൽ ഖഡ്ഗവും മറുകൈയിൽ ഖേടവും വഹിച്ചിരിക്കുന്നു. വർദ്ധിച്ച രൗദ്രഭാവത്തോടെ ദക്ഷനെ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭാവത്തിലാണത്. രൗദ്രഭാവത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കാലുകളിലെ ഞരമ്പുകൾ ത്രസിച്ച് നിൽക്കുന്നത് പോലും വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പുറത്തെ തൂണിൽ ഒരു ക്ഷത്രിയ യോദ്ധാവിൻ്റെ രൂപവും കാണാം. ഇതുകൂടാതെ ഈ മണ്ഡപത്തിൽ 18ഓളം വ്യാളി രൂപങ്ങളുമുണ്ട്. ഓരോ വശത്തും 9 വീതം. തെക്കൻ ഭാരതത്തെ ഇസ്ലാമിക അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം യോദ്ധാക്കളുടെ കൊത്തുപണികൾക്കൊപ്പം ഇത്തരം വ്യാളി രൂപങ്ങളും കൂടുതൽ പ്രാധാന്യം നേടി. ഹിന്ദുക്കളുടെ പോരാട്ട വീര്യത്തെ പ്രതിനിധീകരിക്കാനാണത്രേ ഇത്തരം രൂപങ്ങൾ വന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പഴയകാല പല ക്ഷേത്രങ്ങളിലും ഇത്തരം വ്യാളി രൂപങ്ങൾ പലയിടത്തും കാണാം. പക്ഷേ വിജയനഗര ഭരണാധികാരികൾ പുനഃസ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഇത്തരം രൂപങ്ങൾ അതിരൗദ്രമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വ്യാളി അപാരമായ ശക്തിയെയും ക്രൂരതയെയും വേഗതയെയും പ്രതിനിധീകരിക്കുന്നു. ഒരു ആന, സിംഹം, കുതിര ഇവയുടെയൊക്കെ ഒരു സംയുക്തമായ ഒരു ശക്തി. ക്ഷേത്രങ്ങളിലെ ഏറ്റവും ആകർഷകമായ ഒരു ഭാഗം തന്നെയാണ് ഇത്തരം വ്യാളി രൂപങ്ങൾ. ഇവ വെറും ശില്പങ്ങൾ മാത്രമല്ല, മേൽക്കൂരയുടെ ഭാരത്തിൻ്റെ ഒരു ഭാഗവും വഹിക്കുന്നു. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. ഈ മണ്ഡപത്തിലെ മറ്റു ചില കൊത്തുപണികൾ കൂടി ഒന്ന് കാണാം. ഇവിടെ ലങ്കയിലേക്കുള്ള രാമസേതു നിർമ്മിക്കാൻ കല്ലുകൾ കൊണ്ടുപോകുന്ന വാനരന്മാരെ കാണാം. ഈ ഒരു തൂണിൽ പാശുപതാസ്ത്രം നേടാൻ അർജുനൻ ശിവനെ തപസ് ചെയ്യുന്ന ഭാഗം. ഒരു വൈഷ്ണവ പൂജാരി സിംഹവും പക്ഷിയും ഗോപികമാർക്ക് നടുവിൽ നിന്ന് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്ന ഭാഗം. ഇതുപോലുള്ള നിരവധി ശില്പങ്ങൾ ഈ മണ്ഡപത്തിൽ പല ഭാഗങ്ങളിലുമായി കാണാം. മുൻവശത്തായി ഭിത്തിയിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന ഇത്തരം ശില്പങ്ങളും വളരെ പ്രാധാന്യമുള്ളവയാണ്. മുൻപിലെ അഘോര വീരഭദ്രൻ്റെ തൂണിൽ താളവാദ്യങ്ങൾ വായിക്കുന്ന ഒരു ഗന്ധർവൻ്റെ ചിത്രവും കാണാം. ലക്ഷ്മണൻ്റെ ശില്പത്തിൻ്റെ പുറകുവശത്തു നിന്ന് നോക്കിയാൽ മറ്റൊരത്ഭുതം കൂടി കാണാം. ലക്ഷ്മണൻ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഈ വില്ലിൻ്റെ കൊത്തുപണി അവരെത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു തൂണിൽ നീണ്ട ഒഴുകുന്ന മുടിയുള്ള ഒരു അപ്സരസിൻ്റെ ശില്പം കാണാം.
അതുപോലെ മറ്റൊരു തൂണിൽ ഹനുമാന്റെ ശില്പവും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതകളിലൊന്നാണ് മൃഗങ്ങളുടെ കൊത്തുപണികൾ, പ്രത്യേകിച്ചും വാനരന്മാർ. കുരങ്ങൻ പാമ്പിനെ പരിശോധിക്കുന്നതും ഒരു വലിയ പൂച്ച പക്ഷിയെ കടിച്ചു പിടിച്ചിരിക്കുന്നതുമായ ഒരു കൊത്തുപണി. ഇത്തരം ശില്പങ്ങൾ പല ഭാഗത്തും കാണാം. ജീവനുള്ള മൃഗങ്ങൾക്ക് തുല്യമായി അവയുടെ പ്രവൃത്തികളും ചലന രീതികളും മുഖഭാവങ്ങൾ പോലും കൃത്യമായി കൊത്തിയിരിക്കുന്നു. അക്കാലത്തെ ശില്പികളുടെ മികവ് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ. ഗോപുരങ്ങളും ശില്പഭംഗി നിറഞ്ഞതാണ്. ഒരു ഭാഗത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും, മറ്റൊരു ഭാഗത്ത് മഹാവിഷ്ണു, വശങ്ങളിലായി ശ്രീദേവിയും ഭൂദേവിയും. ഒരു ഭാഗത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുന്ന വാമന രൂപം. വാമനൻ ത്രിവിക്രമനായി മാറുന്നു. 1-ാം ഘട്ടം ഭൂലോകവും 2-ാം ഘട്ടം സ്വർഗവും 3-ാം ഘട്ടത്തിനായി പാദങ്ങൾ വയ്ക്കാൻ മഹാബലി തൻ്റെ തല കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വൈകുണ്ഠനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും അതിശയകരമായ മറ്റൊരു കൊത്തുപണി കൂടി കാണിച്ചു തരാം. ഈ ശില്പം യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഒരു ആനയും കുതിരയുമായി തോന്നാം. എന്നാൽ വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ സ്ത്രീരൂപങ്ങൾ പല രീതിയിൽ ചേർത്ത് വെച്ചാണ് ഈ 2 ശില്പങ്ങളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആ മഹാനായ ശില്പിയെ നമിച്ചേ മതിയാവൂ. ഇത്ര ചെറിയൊരു ശില്പം എത്ര കലാപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ശില്പകലയിലും ചിത്രകലയിലുമൊക്കെ ഇത്തരം രൂപങ്ങളെ നവനാരി കുഞ്ചര എന്നാണ് വിശേഷിപ്പിക്കുക. ഇന്ത്യൻ ശില്പകലയിലെയും ചിത്രകലയിലെയും പകരം വയ്ക്കാനില്ലാത്ത ഒരു രൂപമാണ് നവനാരി കുഞ്ചര. 9 സ്ത്രീരൂപങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ ആനയെയും കുതിരയെയും കൊത്തിയിരിക്കുന്നത്. സൗന്ദര്യശാസ്ത്ര സിദ്ധാന്തമനുസരിച്ച് ഈ സ്ത്രീരൂപങ്ങൾ 9 രസങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീരൂപങ്ങൾ ഉൾക്കൊള്ളിച്ച ആനയും കുതിരയും ശക്തിയുടെയും ഇന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിൻ്റെയും പ്രതീകങ്ങളാണ്. നവരസങ്ങളുടെ അധിപനായ രസരാജൻ എന്ന് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നതിനാൽ ശ്രീകൃഷ്ണൻ ഈ രൂപങ്ങളുടെ മുകളിൽ ഇരിക്കുന്നതായും ചിത്രീകരിക്കാറുണ്ട്. മറ്റൊരു ഭാഗത്ത് ലക്ഷ്മീനാരായണൻ്റെ ഒരു ശില്പം. ഇരുവശത്തും ശ്രീദേവിയും ഭൂദേവിയും. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വലത് കൈ അഭയമുദ്രയിലാണ് കാണുന്നത്. പുറകിലെ അനന്തൻ്റെ ഭണങ്ങൾ പോലും ശ്രദ്ധേയമാണ്. പറഞ്ഞാലും തീരില്ല ഇവിടുത്തെ വിശേഷങ്ങൾ. വേദവ്യാസൻ രചിച്ച ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നവതിരുപ്പതി മഹാത്മ്യം എന്നൊരു ഭാഗമുണ്ട്. അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ശ്രീവൈകുണ്ഠത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ആൾവാർമാരുടെ 4000 ദിവ്യപ്രബന്ധത്തിലും വിശദമായി തന്നെ ഈ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്നു. കൂടാതെ മറ്റു പല പുരാണ കൃതികളിലും ക്ഷേത്രത്തെപ്പറ്റിയുള്ള പരാമർശം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കാൾ ഉപരി ശില്പഭംഗി തന്നെയാണ് നമ്മളെ ആകർഷിക്കുക. ഇങ്ങോട്ടേക്കെത്താൻ തിരുനെൽവേലിയിൽ നിന്നും തിരുച്ചെന്തൂർ റൂട്ടിൽ 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടതുവശത്തുള്ള ശ്രീവൈകുണ്ഠം പാലം കടന്നാൽ ടൗണിലേക്കെത്താം. പാലം കടന്നാൽ ഇടതുവശത്തായിട്ടുള്ള ആദിത്യ ലോഡ്ജിലാണ് ഞങ്ങളന്ന് റൂമെടുത്തത്. സാമാന്യം നല്ല റൂമും സർവീസും. സാധാരണ ഡബിൾ റൂമിന് 800 രൂപയാണ് ചാർജ്. AC വേണമെങ്കിൽ ചാർജ് കൂടും. ഭക്ഷണകാര്യത്തിന് വലിയ സൗകര്യങ്ങളുള്ള ഹോട്ടലുകളൊന്നുമില്ല. പക്ഷേ ചെറുതാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ജംഗ്ഷനിലൊരു വലിയ പ്രതിമ കാണാം. ആ പ്രതിമയുടെ വലതുവശത്തായിട്ട് ഒരു ചെറിയ ഹോട്ടലുണ്ട്. വെജിറ്റേറിയനാണ്. സാമാന്യ വൃത്തിയും നല്ല ഭക്ഷണവും. രാവിലെ ക്ഷേത്ര ദർശനം തുടങ്ങിയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും 9 ക്ഷേത്രങ്ങളിലും ദർശനം പൂർത്തിയാക്കാം. ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തിന് മുൻപിലെ വഴിയിൽ കൂടിയാണ് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോവേണ്ടതും. മറ്റു ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളുമായി വരും അധ്യായങ്ങളിൽ കാണാം.